ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ പ്രത്യേക സംഘം ഡിജിപിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട സംഘം കേസ് അന്വേഷിക്കും. 20 വർഷത്തിനിടയിൽ ധർമ്മസ്ഥലയിൽ നടന്ന കേസുകൾ അന്വേഷണ പരിധിയിൽ വരും. 1995നും 2014 ഇടയിൽ കൊല്ലപ്പെട്ട നിരവധി സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹം കുഴിച്ചുമൂടിയെന്ന മുൻ ക്ഷേത്രം ജീവനക്കാരന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ദിവസങ്ങൾ നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ഡിഐജി പ്രണവ് മഹന്തി IPSന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ മുതിർന്ന IPS ഉദ്യോഗസ്ഥരായ MN അനുജേത്, സൗമ്യലത IPS, ജിതേന്ദ്രകുമാർ IPS എന്നിവരുമുണ്ട്. 20 വർഷത്തിനിടയിൽ ധർമ്മസ്ഥല പ്രദേശത്ത് കാണാതായ സ്ത്രീകളും വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട കേസുകൾ, അസ്വാഭാവിക മരണങ്ങൾ, കൊലപാതകങ്ങൾ, ബലാത്സംഗ കേസുകൾ എന്നിവയെല്ലാം പ്രത്യേക സംഘം അന്വേഷിക്കും. ഈ മാസം 3-നായിരുന്നു മുൻ ക്ഷേത്ര ജീവനക്കാരൻ കൂട്ടക്കൊലപാതകം സംബന്ധിച്ച പരാതിയുമായി ബൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിലെത്തിയത്. പോലീസ് ആദ്യം കേസെടുക്കാൻ തയ്യാറായില്ല. ഇതേ തുടർന്ന് താൻ കുഴിച്ചെടുത്തുവെന്ന് അവകാശപ്പെടുന്ന മനുഷ്യാസ്ഥിയുടെ ഭാഗവുമായി സാക്ഷി ബൽത്തങ്ങാടി കോടതിയിൽ അഭിഭാഷകർക്കൊപ്പമെത്തി രഹസ്യമൊഴി നൽകി. തുടർന്ന് കേസെടുക്കാനും കുഴിച്ചു പരിശോധന ഉൾപ്പെടെ നടത്താനും കോടതി നിർദ്ദേശിച്ചു. ഭാരതീയ ന്യായ സംഹിത 211A പ്രകാരം വെളിപ്പെടുത്തലിൽ ധർമ്മസ്ഥല പോലീസ് കേസെടുത്തെങ്കിലും തുടർ നടപടികളുണ്ടായില്ല. ഇതിനിടെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സർക്കാരിന് കത്ത് നൽകി. അഭിഭാഷക സംഘം SIT രൂപീകരിക്കണമെന്നടക്കം 5 ആവശ്യവുമായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ നേരിട്ട് കണ്ടു. നിലവിലെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാണിച്ച് ആക്ഷൻ കമ്മിറ്റിയും രംഗത്ത് വന്നിരുന്നു. ഈ സമ്മർദ്ദങ്ങൾക്കെല്ലാം ഒടുവിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കർണാടക സർക്കാർ ഉത്തരവിറക്കിയത്. അന്വേഷണത്തിനായി പ്രത്യേക സംഘം ഉടൻ ധർമ്മസ്ഥലയിലെത്തും. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ പരാതിയിൽ അന്വേഷണം ഏത് നിലയിൽ മുന്നോട്ടു പോകും? നീതിയുടെ വെളിച്ചമെത്തുമോ? അതാണ് ഇനി കണ്ടറിയേണ്ടത്. ധർമ്മസ്ഥലയിൽ നിന്നും ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.